കാസർഗോഡ് കൊളത്തൂരിൽ പന്നിക്കെണിയിൽ കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു. മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിനിടെയാണ് പുലി രക്ഷപ്പെട്ടത്. സിജു കണ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിജു, കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഈ പന്നിക്കെണിയിൽ പുലി കുടുങ്ങിയത്. മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിനിടെയാണ് പുലി രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു. കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ആര്യ, കൊളത്തൂരിലെ തുരങ്കത്തിലാണ് പുലി കുടുങ്ങിയതായി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ഈ പുലിയെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമത്തിനിടെ പുലി രക്ഷപ്പെടുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് വയനാട്ടിൽ നിന്നും എത്തിയ RRT സംഘം പുലിയെ മയക്കുവെടി വെച്ച് പുറത്തെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. 2 തവണ മയക്കുവെടി വെച്ചു. എന്നാൽ ഇതിനിടെ പുലി ഈ തുരങ്കത്തിൽ നിന്നും ചാടി രക്ഷപ്പെടുകയായിരുന്നു. അതേസമയം പുലിയെ പിടിച്ചില്ലെന്ന് ആരോപിച്ച് നാട്ടുകാർ വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പുലിയെ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയിട്ടും അതിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല, പിടികൂടാൻ കഴിഞ്ഞില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. കഴിഞ്ഞ ഒരാഴ്ചയായി പെർലടക്കം കൊളത്തൂർ ഭാഗത്ത് പുലി ഭീഷണി നിലനിന്നിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ പെർലടുക്കത്തെ ക്രിസ്റ്റന്റെ വീട്ടിലെ കവുങ്ങിൻതോട്ടത്തിലെ ചെറിയ പാറക്കെട്ടുകൾക്കിടയിലുള്ള ചെറിയ തുരങ്കത്തിനകത്ത് പുലിയുള്ളതായി കണ്ടെത്തിയത്. പിന്നീട് നാട്ടുകാർ ഈ പാറക്കെട്ടിന്റെ ഈ തുരങ്കത്തിന്റെ മുൻഭാഗം 2 വലിയ പാറക്കല്ലുകൾ വെച്ച് അടച്ച ശേഷം വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. വനംവകുപ്പിന്റെ പ്രത്യേക സംഘം വയനാട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്നും പുലർച്ചയോടുകൂടി എത്തി. ഇവരുടെ ശ്രമത്തിനിടെയാണ് ഇപ്പോൾ പുലി രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ അതിരാവിലെ മുതൽ പ്രദേശത്ത് തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ്. ഈ മയക്കുവെടി പുലിക്ക് കൃത്യമായി കൊണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നിലവിലില്ല. അതും കൊണ്ടിട്ടുണ്ടെങ്കിൽ പുലി തൊട്ടടുത്ത് എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് ഈ മേഖലയിൽ തെരച്ചിൽ നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആര്യ, തീർച്ചയായും പൂർണ്ണമായും ജനവാസ മേഖലയിലായിരുന്നു ഈ പുലിയെ കണ്ടത്. മുൻപും ഈ പുലിയുടെ സാന്നിധ്യം നാട്ടുകാർ ആരോപിച്ചിരുന്നു. പുലി തുരങ്കത്തിൽ കുടുങ്ങിയപ്പോൾ അതിനെ പുറത്ത് കടക്കാത്ത വിധം നാട്ടുകാർ തന്നെയാണ് ഈ കല്ല് വെച്ച് അടച്ചത്. ഇപ്പോൾ ഈ പുലി രക്ഷപ്പെട്ട സാഹചര്യത്തിൽ നാട്ടുകാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? നാട്ടുകാർ 2 ആഴ്ചയിലേറെയായി വലിയ ആശങ്കയിലാണ്. കാരണം ഈ പ്രദേശത്ത് പെർലടക്കം കൊളത്തൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുള്ളതായി നേരത്തെ തന്നെ നാട്ടുകാർ പരാതി പറഞ്ഞിരുന്നു. പലരും പുലിയെ കണ്ടതായി പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ വീട്ടിലെ വളർത്തുനായകൾ അപ്രത്യക്ഷമായിരുന്നു. ഇത് പുലി പിടിച്ചതാണെന്ന് നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. ഈ ഉള്ളതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാൽപ്പാടുകൾ കണ്ട് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന തൊഴിലാളികൾ അതോടൊപ്പം തന്നെ കൃഷി സ്ഥലത്ത് പോകുന്ന തൊഴിലാളികളെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ് കഴിഞ്ഞിരുന്നത്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം 6 മണിയോടുകൂടി ഈ കൃഷ്ണന്റെ കവുങ്ങിൻ തോട്ടത്തിനടുത്ത് കെട്ടുകൾക്കിടയിൽ ചെറിയ ദുരന്തത്തിനിടയിൽ ഈ പുലി കുടുങ്ങിയതായി കണ്ടെത്തിയത്. വളരെ പെട്ടെന്ന് തന്നെ പുലിയെ പിടികൂടണമെന്ന ഒരു ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തിയത്. കഴിഞ്ഞ ദിവസവും വൈകുന്നേരം രാത്രി നാട്ടുകാർ എത്രയും പെട്ടെന്ന് പുലിയെ പിടികൂടണം എന്നൊരു ആവശ്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെച്ചു. ചെറിയ പാറക്കല്ലുകൾ വെച്ച് ഈ ഭാഗം അടച്ചിരുന്നു. പൂർണ്ണ സമയം രാത്രി മുഴുവൻ സമയവും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നിരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടി പാറക്കല്ലുകൾ മാറ്റിയ ശേഷം 2 തവണ മയക്കുവെടി വെച്ചു. ഈ മയക്കുവെടി വെക്കുന്നതിനിടയിലാണ് ഈ പുലി അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. രാത്രി സമയമായതുകൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വനംവകുപ്പിന് സാധിച്ചിരുന്നില്ല. വളരെ പെട്ടെന്ന് ഈ പുലിയെ പുറത്തെത്തിക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേഖലയിൽ ഒരു ഗ്രാമപ്രദേശമാണ്. കർഷകർ നിരവധിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ കൃഷ്ണന്റെ കവുങ്ങിൻ തോട്ടത്തിൽ വെള്ളം നനയ്ക്കുന്നതിന് വേണ്ടി കൃഷ്ണന്റെ മകൾ അനുപമ പോയ സമയത്താണ് ശബ്ദം കേട്ട് വിവരം അറിയിച്ചത്. തുടർന്ന് കൃഷ്ണനും നാട്ടുകാരും സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് പുലി അതിനകത്തുള്ളതായി കണ്ടെത്തിയത്. ഇങ്ങനെ കർഷകർ അതോടൊപ്പം തന്നെ ഈ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രദേശത്ത് കൂടുതലായുണ്ട്. അവർക്ക് വലിയ ബുദ്ധിമുട്ട് ഈ പുലിയുടെ സാന്നിധ്യം ഉള്ളതിനാൽ തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നൊരു പരാതിയാണ് നാട്ടുകാർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഏതായാലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം
ഇങ്ങനെ വളരെ പുലിയെ പിടികൂടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും അത് പിടികൂടാൻ സാധിക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. കാര്യമാണ്. ശരി സിജു. കാസർഗോഡ് കൊളത്തൂരിൽ പന്നിക്കെണിയിൽ കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു. മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിനിടെയാണ് പുലി രക്ഷപ്പെട്ടത്. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.